ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പവിത്രം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ വേദയുടെ വീട്ടിലെ ചർച്ചയാട്ടോ ആദ്യം കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, അവളെ കെട്ടിയിരിക്കുന്ന അവളുടെ ഭർത്താവ് നല്ലവനാണ്, അതൊരിക്കലും നിങ്ങൾക്ക് മനസ്സിലാകും എന്നൊക്കെ ആ ഒരു വിക്രത്തിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ മുത്തശ്ശി സംസാരിക്കുക, നമ്മുടെ പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വേദയുടെ അച്ഛൻ വന്ന് കുറെ ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു ജ്യോതിഷവും ശാസ്ത്രവും കാരണമാണ് എന്റെ മകൾ ഇങ്ങനെയായി പോയത്. നിങ്ങൾ എന്റെ മകളെ വളർത്തിയപ്പോൾ ഞാൻ ഭയങ്കര അധികം സന്തോഷിച്ചിരുന്നു. അമ്പലങ്ങള് അവളെ കൊണ്ട് കയറി ഇറങ്ങുമ്പോഴും ഞാൻ സന്തോഷിച്ചിരുന്നു. ആ ഒരു പഴയ ആ ഒരു ചരിത്ര കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഞാൻ സന്തോഷിച്ചിരുന്നു. പക്ഷേ അവൾ ഇങ്ങനെ ഒരു ദുരിതത്തിലേക്ക് ആ ഒരു കഥകളൊക്കെ എന്താ പറയാ കൊണ്ടുപോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങൾ ഭയങ്കര ചതിയാണ് എന്റെ മകളോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ അമ്മയോട് നമ്മുടെ വേദയുടെ അച്ഛൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴാണെങ്കിൽ ആ അമ്മ നമ്മുടെ വേദയുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ദിവസം മനസ്സിലാകുമോ അവന്റെ ആ ഒരു സ്വഭാവ മഹിമ, അവൻ എല്ലാം കൊണ്ടും വേദയ്ക്ക് യോഗ്യനാണെന്ന് നിങ്ങൾക്ക് അന്നേ മനസ്സിലാകുമോ. ഒരിക്കലും ഒന്നും എന്താ പറയാ ഒന്നും അറിയാതെ ഭഗവാൻ ആരെയും കൂട്ടി യോജിപ്പിക്കില്ല എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ജഡ്ജി അദ്ദേഹം പറയുന്നുണ്ട്, ഒന്ന് വാ പൂട്ടി ഇരിക്കാവോ, എനിക്കിതൊന്നും കേൾക്കണ്ട, നിങ്ങൾ എന്റെ മകളുടെ ജീവിതം നശിപ്പിച്ചു, എനിക്ക് വേറൊരു മകളും കൂടി ഉണ്ട്, ഇനി ആ ഒരു മകളുടെ ജീവിതവും കൂടി ഇതും പറഞ്ഞിട്ട് കൊളാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അദ്ദേഹം പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ വിക്രത്തിന്റെ വീടാട്ടോ. അവിടെ നമ്മുടെ വേദ ഇതിങ്ങനെ രാത്രി ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ആരുമില്ലല്ലോ, ഹോളിൽ ഇങ്ങനെ തനിച്ചാണല്ലോ. അപ്പൊ അവിടെ നമ്മുടെ ശിവന്റെ ആ ഒരു രൂപം, ആ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ടാവും. അതിൽ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാട്ടോ, എന്തിനാ ഭഗവാനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഇന്നലെ വരെ എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, അച്ഛൻ അമ്മ എല്ലാം ഉണ്ടായിരുന്നു, ഇന്നിതാ ഞാനിപ്പോ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്, എന്തൊരു ജീവിതമാണ് എന്റെ, ഇതാണോ എനിക്ക് വിധിക്കപ്പെട്ട ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം വേദ ഉറങ്ങാൻ കിടക്കുമ്പോ ഭയങ്കര കൊതുക്, ഇങ്ങനെ കൊതുക് കടി കൊണ്ട് നമ്മുടെ വേദയ്ക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല കേട്ടോ. അപ്പുറത്ത് നമ്മുടെ വിക്രവും അത് സെയിം അവസ്ഥയാട്ടോ. വിക്രത്തിന്റെ മുറിയിൽ ഇങ്ങനെ കൊതുക് കടിച്ചിട്ട് വിക്രം നീക്കുന്നുണ്ട്. അപ്പൊ വിക്രം പറയുന്നുണ്ട്, എന്തൊരു കൊതുക് ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലാസ്റ്റ് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ കുപ്പിയിൽ വെള്ളം ഉണ്ടാവില്ല, അങ്ങനെ വീടിനുള്ളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ നമ്മുടെ വിക്രം വെള്ളം എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ വേദ ഇങ്ങനെ കൊതുകിന്റെ കടിയൊക്കെ കൊണ്ട് അവിടെ കിടക്കുവാട്ടോ. അപ്പൊ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, വേദ ഒരു 10 മിനിറ്റ് ഞാൻ വേഗം നിന്നെ വീട്ടിൽ കൊണ്ട് ആക്കാം, നീ ഒന്ന് മനസ്സ് വെക്ക് വേദ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വേദ ഇങ്ങനെ വേഗം തന്നെ കൊതുകിനെ തളർന്നുപോലെ നമ്മുടെ വിക്രത്തിന്റെ മുഖത്ത് കൂടി കൈ വീശുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിക്രം ആണെങ്കിൽ പേടിച്ചിട്ട് അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് ഇങ്ങനെ മാറി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വേദ ഇങ്ങനെ കൊതുകിനെ കൊന്നിട്ട്, കൊതുക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, ഇഡിയറ്റ്, വെറുതെ എന്റെ കയ്യിൽ നിന്ന് തല്ല ഇറന്ന് മേടിക്കാൻ വന്നിരിക്കുക എന്ന് നമ്മുടെ വിക്രത്തിനെ കുളിച്ച് നമ്മുടെ വേദ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വിക്രം പറയുന്നുണ്ട്, നീ ഒരു കാലത്ത് നന്നാവൂലടി, നീ ഇങ്ങനെയാണെങ്കിലും ഞാൻ മഹാ തറയാകും എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, നിങ്ങൾ തറയാണെങ്കിൽ ഞാൻ അതിലും വലിയ തറയാകും, അതിപ്പോ സംസാരത്തിലായാലും പ്രവൃത്തിയിലായാലും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു വാക്ക് തർക്കം കേട്ടോ. അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ ഏടത്തി വരുന്നുണ്ട്. അപ്പൊ ഏടത്തി നമ്മുടെ വേദ ഇങ്ങനെ കൊതുകിന്റെ കടിയൊക്കെ കൊള്ളുന്നത് കണ്ടിട്ട് കൊതുക് തിരിയൊക്കെ കത്തിച്ചിട്ടാട്ടോ വരുന്നത്. അപ്പൊ ഏടത്തി ആ ഒരു കൊതുക് തിരി കത്തിച്ചൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ട് ഏടത്തി പോകും. നമ്മുടെ വിക്രം ആണെങ്കിൽ ഈ വാക്ക് തർക്കമൊക്കെ കഴിഞ്ഞ് വിക്രവും പോകട്ടോ. അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങൾ കേട്ടോ. അതിനുശേഷം നമ്മുടെ വിക്രത്തിന്റെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ. അപ്പൊ മാഷിന് ഒരിക്കലും നമ്മുടെ വേദ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മുടെ അമ്മ പറയുന്നുണ്ട്, ആ കുട്ടി ചെയ്തതിൽ എന്താണ് തെറ്റ്, ഞാനിപ്പോ എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി നിങ്ങളുടെ മുന്നിൽ വെച്ച് പൊട്ടിച്ചെറിഞ്ഞാൽ നിങ്ങൾക്ക് അത് സഹിക്കാനാകുമോ, അത് തന്നെ അവളും ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മ അവളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ മാഷിനോട് സംസാരിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.